നമ്മൾ ഈ രാത്രി ചില വീഡിയോയിലൊക്കെ കാണില്ലേ, രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാർ. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. കാരണം ഒരു 7:30 ആകുമ്പോഴത്തേക്ക് 7:30 7:45 ആകുമ്പോഴത്തേക്ക് ഡിന്നറൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ടാവും. പിന്നെ കിച്ചണിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ വരാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാവാറില്ല. ഡിന്നർ കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇന്നെന്താണെന്നറിയില്ല, ഒരു 10 മണിയൊക്കെ ആയപ്പോൾ മുതൽ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇത്ര നേരത്തെ ഡിന്നർ കഴിച്ചാൽ പിന്നെ വിശക്കില്ലേ ഉറങ്ങണേൻ്റെ മുമ്പേ എന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ വിശക്കാറില്ല കേട്ടോ. അതെൻ്റെ ഒരു ശീലമാണ്. അത് വിശക്കാറൊന്നുമില്ല, അതങ്ങനെ ഇങ്ങോട്ട് പോവും. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ഒരു 10 മണി ആയപ്പോഴത്തേക്ക് ബിഗ് ബോസൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ അങ്ങനെയെങ്കിൽ കിച്ചൺ ഇനിയും വൃത്തികേടാക്കണമല്ലോ എന്ന വിഷമം ഉണ്ടെങ്കിൽ പോലും വീണ്ടും വന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഞാനിങ്ങനെ ചുറ്റുഭാഗത്തും കണ്ണോടിച്ചപ്പോൾ വിശപ്പ് മാറ്റാൻ വേണ്ടി വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ ആകെ കൂടി ഉണ്ടായിരുന്നത് ഈ സേമിയാണ്. അപ്പം ഇത് വെച്ചൊരു ഉപ്മാവ് ഉണ്ടാക്കിയാൽ ഓക്കെ ആവുമോ, ഇഷ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ മൈൻഡ് പറഞ്ഞു ഓക്കെ ആവും, സേമിയ ഉപ്മാവെങ്കിൽ സേമിയ ഉപ്മാവ്, എന്തെങ്കിലും ഇപ്പോൾ വിശക്കുന്നതിന് കിട്ടിയാൽ മതി എന്നായി. അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഡിന്നറ് വളരെ ലേറ്റായിട്ടാണ് കഴിച്ചത് കേട്ടോ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വിശന്നത്, അല്ലെങ്കിൽ എനിക്ക് വിശക്കാറില്ല. എന്തായാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് സേമിയ ഉപ്മാവൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പെർഫെക്റ്റ് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. സേമിയ ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ധാരണയൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു തട്ടിക്കൂട്ട് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. വറക്കൊന്നും ചെയ്യാത്ത സേമിയാണ്. ഞാൻ എന്തായാലും എങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൂട്ടുന്നത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ സേമിയ ഉപ്മാവോ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും രാത്രിയാണെങ്കിലും ഒരു ചായ അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചായയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ ചായയല്ല, കാപ്പിയാണ് ഉണ്ടാക്കിയത്. കാപ്പിയൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേന് ഉപ്മാവ് റെഡിയാണ് കേട്ടോ. ഇത് കുഴഞ്ഞ പോലെ ഇതിൽ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഴയാറൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. പക്ഷെ സംഗതി എങ്ങനെയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഉപ്മാവൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. അങ്ങനെ കാപ്പിയും ഒക്കെ എടുത്ത് സമയം നോക്കിയപ്പോൾ മണി 10:15. സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞാൽ. അങ്ങനെ നേരെ ബാക്കി ബിഗ് ബോസിൻ്റെ ബാക്കി കാണാൻ വേണ്ടി പോയി. ഉപ്മാവൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. വിശപ്പൊക്കെ നന്നായിട്ട് മാറി. പക്ഷെ ഭയങ്കര കുറ്റബോധമായിരുന്നു കേട്ടോ നേരം വൈകി ഫുഡ് കഴിച്ചതിൻ്റെ.